ഞാൻ കൊടുത്തിരുന്ന ആ കൊച്ചിന് അത് മരണപ്പെട്ടു പോയി. പക്ഷേ എങ്കിലും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മളവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കണം രോഗി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഉദ്ദേശം ഒരു 84ഓളം ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഈ പ്ലേറ്റ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ ഒന്നും അടിക്കാതെ മാക്സിമം മുഖമൊക്കെ വലിഞ്ഞു മുറുക്കി കെട്ടി. കാരണം പൊടിയൊക്കെ അടിച്ച് നമുക്ക് ഇന്നും പോയി നാളെ ഒരു ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കിത് കൊടുക്കാൻ സാധിക്കില്ല. എന്നിലൂടെ ഒരാളെങ്കിൽ ഒരു ദിവസം ജീവിക്കുന്നുണ്ട്. അതൊരു ബലിയർപ്പണമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത്. അഞ്ചു പേർക്ക് ജീവൻ നൽകി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയ ആലിനെ അറിയാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആലിന് സമാനമായ മറ്റൊരു ജീവിതമാണ് ജോഷിയുടേത്. ആലിൻ ഏതാണ്ട് 5ഓളം ജീവിതങ്ങൾ രക്ഷിച്ചപ്പം കണ്ണൂരിൻ്റെ അഭിമാനം ഉളിക്കൽ ഇടവക്കാരൻ ജോഷി ചേട്ടൻ ഏതാണ്ട് 82ഓളം ജീവിതങ്ങൾക്ക് രക്ഷകനായി മാറിയിട്ടുണ്ട്. എൻ്റെ പേര് ജോഷി. ഞാൻ ഉളിക്കൽ ഉണ്ണിമിശിഹ ഇടവക്കാരനാണ്. ഞാനൊരു JCB ഡ്രൈവറാണ്. 3 വർഷത്തോളമായിട്ട് ബ്ലഡിൽ നിന്നും പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഞാൻ പ്ലേറ്റ്ലെറ്റ് കൊടുക്കാനായിട്ട് പോയത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകന് വേണ്ടിയാണ്. ഒരു കൊച്ചുമോനായിരുന്നു. അവനിങ്ങനെ വൈറൽ ക്യാൻസറാണെന്ന് പറഞ്ഞതിന് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് പോവുക. എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് എടുക്കുന്നതെന്നോ എന്താണ് ഇതിനകത്ത് പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ എന്താണിത് വേണ്ടതെന്നും നമുക്കറിയില്ല. എങ്കിലും നമ്മൾ അവിടെ പോയി നമ്മൾ ആദ്യം അവിടെ ചെന്നപാടെ നമ്മളൊരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കൗണ്ടുണ്ടോ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പാസ്സായി. നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഏറെക്കുറെ ഒരു 80-82 മിനിറ്റോളം നമുക്കന്ന് വേണ്ടി വന്നു. ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ബ്ലഡ് തിരിച്ച് നമ്മുടെ ശരീരത്തെ തിരിച്ച് കയറ്റുന്നുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുക ചെയ്ത്. ഞാൻ കൊടുത്തിരുന്ന ആ കൊച്ചിന് അത് മരണപ്പെട്ടു പോയി. പക്ഷേ എങ്കിലും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഉദ്ദേശം ഒരു 84ഓളം ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഈ പ്ലേറ്റ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 84 പേർക്ക് കൊടുക്കുമ്പം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇരട്ടി ആൾ വരും. കാരണം നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ അത് 2 പേർക്കായിട്ടാണ് അവർ വീതിച്ച് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഇരട്ടി ആൾക്കാർക്ക് തന്നെ നമുക്കിത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും കൊടുത്ത ഇവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇവരെ ആരും കാണാറില്ല. പേഷ്യൻറ്റിനെയോ ബസ് സ്റ്റാൻഡറെ കാണാറില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഈ ക്യാൻസർ എന്ന് പറഞ്ഞൊരു മാരകമായൊരു അസുഖമാണ്. ഒരുപക്ഷെ അവർ ഇപ്പോൾ ഈ ലോകത്തുണ്ടാകില്ലായിരിക്കും. എങ്കിലും ഒരു ദിവസം എന്നെക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും അതൊരുപാട് സന്തോഷം. ആദ്യമായി നമ്മൾ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് കൊടുക്കുമ്പോൾ അതിന് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സമയം നമുക്ക് 68 കിലോയോളം ഭാരം ഉണ്ടായിരിക്കണം. പിന്നെ പ്രോപ്പറായിട്ടൊരു വെയിൻ നമുക്ക് കൈ ഇങ്ങനെ പിടിച്ചാൽ തന്നെ കാണുന്ന രീതിയിൽ ഒരു വെയിൻ ഇങ്ങനെ കാണണം. നമുക്കിങ്ങനെ ഒരു വെയിൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും കിട്ടും. പിന്നെ നമ്മൾ പൊണ്ണത്തടി ഉണ്ടാകരുത്. പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിലൊക്കെ ക്രമീകരിക്കുക, പിന്നെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു വെയിൻ കറക്റ്റായിട്ട് വരികയും അത് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. 2.5 ലക്ഷത്തിൽ മേലെ നമുക്ക് കൗണ്ട് ഉണ്ടായിരിക്കണം. ഒരു ആക്സിഡൻ്റായി നമുക്കൊരു വേറൊരു ബ്ലഡ് നമ്മൾ സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കേരളത്തിലാകെ 2 സ്ത്രീകൾ മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ശരീരത്തേക്ക് വേറൊരു ബ്ലഡും കൂടെ ചേരുന്നത് കൊണ്ട് അവർക്കത് പിന്നെ കൊടുക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല 68 കിലോ വെയിറ്റ് വരുമ്പോൾ അത് പലർക്കും സാധിക്കാതെ വരും. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം നമ്മൾ ഇൻ കേസ് ഒരു കയ്യിലൊരു പച്ച കുത്തിയാൽ പോലും ഇത് കൊടുക്കാൻ സാധിക്കില്ല. പച്ച കുത്തുക, നമ്മൾ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു വർഷത്തേക്ക് നമുക്ക് പിന്നീട് ഇത് കൊടുക്കാൻ സാധിക്കാതെ വരും. മദ്യപാനം, പുകവലി, മയക്കുമരുന്നോ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല ഇത് കൊടുക്കുന്ന സമയത്ത്. പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും കൊടുക്കുന്നത് കൂടാതെ തന്നെ ഒരു പ്രാവശ്യം എനിക്ക് വെളുത്ത രക്താണുക്കൾ അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നാളെയാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ തലേ ദിവസം പോയി നമ്മൾ അതിന് വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്ത് ആവശ്യത്തിന് മാത്രമുള്ള വൈറ്റ് ബ്ലഡേ ഉള്ളൂ. അപ്പോൾ അത് ബാക്കിയുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മജ്ജയിലാണ്. അപ്പോൾ മജ്ജയിൽ നിന്ന് അത് പുറത്ത് വരണമെങ്കിൽ 10 മണിക്കൂർ മുന്നേ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഉദ്ദേശം ഒരു 2000 രൂപ വിലയുള്ളൊരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ നമ്മളവിടെ തലേ ദിവസം
ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അവിടുന്ന് ഈ ഇഞ്ചക്ഷൻ വാങ്ങി ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നാളെ എത്ര മണിക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് 10 മണിക്കൂർ മുന്നേ നമ്മൾ 2 തുടയിലും ഇഞ്ചക്ഷൻ വെക്കണം. പനിയും അങ്ങനത്തെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പനിയൊന്നും വന്നിരുന്നില്ല. അത് ക്രിട്ടിക്കലായ രോഗികൾക്കാണ് നമുക്കിത് കൊടുക്കേണ്ടത്. ക്രിട്ടിക്കലായിട്ട് ഏത് നിമിഷവും മരിക്കും എന്നുള്ളത്. കാരണം നമ്മളിത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മളവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കണം രോഗി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ പേഷ്യൻ്റ് മരിച്ചു പോകാം. കാരണം അത്രയും ക്രിട്ടിക്കലായവർക്ക് കൊടുക്കുന്നതാണ് ഇത്. അത് വളരെ സമയമുണ്ട്. ഒരു 3-3.5 മണിക്കൂർ മേലെ സമയം പിടിക്കുന്നതാണ്. ഇതാണ് എൻ്റെ പണിസ്ഥലം. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 6-6:30 വരെയൊക്കെ പണിയെടുക്കാറുണ്ട് ഇവിടെ. അതിനുശേഷം ഞാൻ എൻ്റെ വണ്ടി തന്നെ വീട്ടിലേക്ക് പോവുക ചെയ്യാറ്. രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 20-30 മിനിറ്റ് കൊണ്ട് എനിക്കിവിടെ എത്താൻ പറ്റും. വീട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റ് കൊണ്ട് എനിക്കിവിടെ എൻ്റെ പണിസ്ഥലത്ത് എത്താൻ പറ്റും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായ ചൂടും അതുപോലെ തന്നെ പൊടിയുമാണ്. ഒരു ചുമ, ജലദോഷം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പൊടിയൊക്കെ ഒന്നും അടിക്കാതെ മാക്സിമം മുഖമൊക്കെ വലിഞ്ഞു മുറുക്കി കെട്ടി, കാരണം പൊടിയൊക്കെ അടിച്ച് നമുക്ക് ഇന്നും പോയി നാളെ ഒരു ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കിത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മുഖമൊക്കെ കെട്ടി അത്രയും സേഫായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഹാർഡ് വർക്കാണ്. സാധാരണയായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് പറയുന്നുണ്ട് ഇവർ. ഒരു 1.5 മണിക്കൂറോളം ഹോസ്പിറ്റലിൽ റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അന്ന് വേറെ ഹെവി ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളിത് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അന്ന് ഇത് കൊടുക്കുക, തിരിച്ചു വന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല 1-2 ഫ്രണ്ട്സുണ്ട്. അവർ കാർ കൊണ്ട് വന്ന് എന്നെ കൊണ്ടുപോകും. അവർക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ എനിക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോയി അവിടുന്ന് ഇത് കൊടുത്തതിന് ശേഷം തിരിച്ചെന്നെ ഇവിടെ കൊണ്ടുവിടുക. അവരുടെ കാറിൽ ഇവിടെ തിരിച്ചെന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവിടുക എന്നുള്ളത് അതിലവർ ഒരു സന്തോഷം കണ്ടെത്തുന്നു. കാരണം വെച്ചാൽ അവർക്ക് അത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു. അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അവർക്ക് അത്രയെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അവർക്കൊരു സന്തോഷമാണ്. കഴിഞ്ഞ 2024-25 എനിക്ക് സർക്കാരിൽ നിന്നൊരു ആദരവ് ലഭിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഒരു 2-3 കപ്പൂച്ചിൻ അച്ഛന്മാർക്ക് അന്ന് അവിടുന്ന് ആദരവ് കൊടുക്കുന്നുണ്ടായിരുന്നു. 3 മാസം കൂടി കറക്റ്റായിട്ട് അവർ ബ്ലഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയെങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന്. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പണമുള്ളവർക്ക് പണം കൊടുക്കാം, പണമുള്ളവർ കൊടുത്ത് തന്നെ സഹായിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് പണമില്ല, എനിക്ക് ആരോഗ്യമാണുള്ളത്, അതിപ്പോൾ ഞാൻ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പകുതിയും ദിവസങ്ങളിൽ നമുക്ക് പണി വരെ കളഞ്ഞിട്ട് വേണ്ടി വരും നമ്മളിതിനു വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. 55 കിലോമീറ്ററോളം വൺ സൈഡ് ദൂരമുണ്ട്. ബൈക്ക് ഓടിച്ചാണ് പോകുന്നത്. ബൈക്ക് ഓടിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡറെ ഒരു പേഷ്യൻറ്റിനെ ഒന്നും നമ്മൾ കാണാൻ നിൽക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഓഫറുകൾ തരും, ഫുഡായിട്ടും അതായിട്ടും ഇതായിട്ടും ഇങ്ങനെ ഓഫറുകൾ തരും. നമ്മൾ അത് വേണം ഇത്. പക്ഷേ നമ്മളിതൊന്നും സ്വീകരിക്കാതെ തന്നെ ഇതിലൊരു നന്മ കണ്ടെത്തി മറ്റുള്ളവരെ സഹായിക്കുക. കാരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് 3-4 ക്യാമ്പോളം നടത്തി കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ പറയുന്നത് എനിക്ക് അത്രയും ദൂരെ വരാൻ കഴിയില്ല, എനിക്ക് പണിയുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പണിയുണ്ട്, നാളെ പണി ഇന്നും നാളെ എല്ലാം പണിയുണ്ടാകും. പക്ഷേ ഈ നാളെ ഈ പേഷ്യൻറ്റ് ഈ ഒരാളുണ്ടാവണമെന്നില്ല, നാളെ നമ്മൾ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കൊടുക്കാനൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. ബ്ലഡ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതോടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ പഴയ ബ്ലഡ് മാറി പുതിയ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നത്. എനിക്ക് എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പം നമ്മളിപ്പം ഈ 15 ദിവസം റൊട്ടേഷനായി വരുമ്പോൾ മിക്കവാറും 15 ദിവസങ്ങൾ ചിലപ്പോൾ ഞായറാഴ്ചകളിൽ വരും. കുർബാനയ്ക്ക് പോകാൻ സാധിക്കില്ല. അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും നമുക്ക് തരുന്നത് കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. പക്ഷേ അത് എപ്പോഴും എനിക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. എന്നിലൂടെ ഒരാളെങ്കിൽ ഒരു ദിവസം ജീവിക്കുന്നുണ്ട്, അതൊരു ബലിയർപ്പണമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത്. കുർബാനയ്ക്ക് തുല്യമായിട്ടല്ല ഞാൻ പറയുന്നത്, ഇതെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ്. അതിലെനിക്കൊരു ആത്മസംതൃപ്തിയിലാണ് ഞാനുള്ളത്. നമ്മളൊക്കെ പറയൂലേ, വിളിക്കുള്ളിൽ ഒരു വിളിയുണ്ടെന്ന്. അങ്ങനെ വിളിക്കുള്ളിലെ വിളി കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് ജോഷി ചേട്ടൻ. ഈ കുർബാന എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ കൊടുത്തു തീരുന്നതിൻ്റെ ഒരു ഓർമ്മയല്ലേ? ജോഷി ചേട്ടനും അങ്ങനെ തന്നെയാണ്. കൊടുത്ത് ഇല്ലാതാകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയുടെ പേരാണ് ജോഷി. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.